1000 വർഷത്തിലേറെയായി കുർബാനയ്ക്കിടെ അപ്പം മാംസമായി മാറുന്നു എന്ന അവകാശവാദങ്ങൾ മതപരമായ വിശ്വാസത്തിന്റെ പരിധിക്കുള്ളിൽ മാത്രമായിരുന്നു. അനുഭവസിദ്ധമായ ശാസ്ത്രവും ലബോറട്ടറി പരിശോധനകളും പള്ളിവാതിലുകൾക്ക് പുറത്തു തന്നെയായിരുന്നു. ആധുനിക പാത്തോളജിസ്റ്റുകൾക്ക് ഒടുവിൽ ഈ പുരാതന വസ്തുക്കൾ പരിശോധിക്കാൻ അനുവാദം ലഭിച്ചതോടെ ആ അതിർവരമ്പ് ഇല്ലാതായി. ഈ വൈദ്യശാസ്ത്ര അന്വേഷണത്തിന്റെ പ്രാഥമികാടിസ്ഥാനം ഇറ്റലിയിലെ ലാൻസിയാനോയിൽ നിന്നുള്ള 1300 വർഷം പഴക്കമുള്ള അവശിഷ്ടമാണ്. ഗവേഷകർ ഈ പുരാതന പദാർത്ഥം മൈക്രോസ്കോപ്പിന് കീഴിൽ വെച്ചപ്പോൾ അത് പൂർണ്ണമായും യഥാർത്ഥ മനുഷ്യഹൃദയ കോശങ്ങളാൽ നിർമ്മിതമാണെന്ന് അവർ കണ്ടെത്തി. ആ പുരാതന നാരുകൾക്കുള്ളിൽ കണ്ടെത്തിയ പ്രത്യേക രക്തഗ്രൂപ്പ് എബി പോസിറ്റീവ്, അബ് പോസിറ്റീവ് ആണെന്ന് ഈ ലാബ് ഫോട്ടോ സ്ഥിരീകരിച്ചു. ഈ ഫലം ഭാവിയിലെ എല്ലാ താരതമ്യങ്ങൾക്കുമുള്ള സ്ഥിരമായ ജൈവ അടയാളമായി മാറി. ഒരൊറ്റ വസ്തുവിൽ നിന്നുള്ള ഇത്തരമൊരു ഫലം രസകരമായ ഒരു അസാധാരണത്വമാണ്. എന്നാൽ ശാസ്ത്രത്തിൽ ഒരു യഥാർത്ഥ പ്രതിഭാസത്തിന് ആവർത്തനം ആവശ്യമാണ്. ഇതൊരു ഒറ്റപ്പെട്ട സംഭവമല്ലെന്ന് തെളിയിക്കാൻ ബന്ധമില്ലാത്ത ആധുനിക സംഭവങ്ങളിൽ കൃത്യമായി ഇതേ ജൈവ അടയാളം ഗവേഷകർക്ക് കണ്ടെത്തേണ്ടതുണ്ടായിരുന്നു. 1990കളിൽ ബ്യൂണസ് ഐറിസിലെ സെന്റ് മേരീസിൽ രൂപാന്തരപ്പെട്ട തിരുവോസ്തിയെക്കുറിച്ച് 3 വ്യത്യസ്ത അവകാശവാദങ്ങൾ ഉയർന്നു. പ്രധാന അന്വേഷകനായ ഡോ. കാസ്റ്റനോൺ ഗോമസ് കർശനമായ ഡബിൾ ബ്ലൈൻഡ് സ്റ്റഡി രൂപകൽപ്പന ചെയ്തു. അദ്ദേഹം സാമ്പിളുകൾ ശേഖരിച്ച് ന്യൂയോർക്കിലെ പ്രമുഖ ഫോറൻസിക് പാത്തോളജിസ്റ്റായ ഡോ. ഫ്രെഡറിക് സുഗിബേക്ക് അയച്ചു. എന്നാൽ സാമ്പിളുകൾ എവിടെ നിന്ന് വന്നുവെന്ന വിവരങ്ങൾ മനഃപൂർവ്വം മറച്ചുവെച്ചു. താൻ പരിശോധിക്കുന്നത് ഒരു മതപരമായ വസ്തുവാണെന്ന് അറിയാതെ ആ നിഗൂഢമായ കോശം മയോകാർഡിയം ആണെന്ന് ഡോ. സുഗിബേ നിഗമനത്തിലെത്തി. അതായത് ഒരു മനുഷ്യ ഹൃദയത്തിന്റെ ഇടത് വെൻട്രിക്കിളിലെ പേശി. ഹൃദയത്തിന്റെ ഉടമ വളരെയധികം കഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് പാത്തോളജിസ്റ്റ് നിരീക്ഷിച്ചു. ലാൻസിയാനോയിലെ അവശിഷ്ടത്തിൽ കണ്ടെത്തിയ അതേ അടയാളങ്ങൾ പരിശോധനയിൽ സ്ഥിരീകരിച്ചു. ഇടത് വെൻട്രിക്കിൾ മയോകാർഡിയവും എബിപോസിറ്റീവ് രക്തഗ്രൂപ്പും. 1000 വർഷത്തിലേറെ നീണ്ടുനിൽക്കുന്ന ഈ സമാനതകൾ സുസ്ഥിരവും ആവർത്തിക്കാവുന്നതുമായ ഒരു ജൈവ സംഭവത്തിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. അന്വേഷണം 2006-ൽ മെക്സിക്കോയിലെ ടിക്സ്ലയിലേക്ക് നീങ്ങുന്നു. ഇവിടെ അന്വേഷകർ ഒരു പുതിയ സാമ്പിൾ പഠിക്കാൻ ഹിസ്റ്റോകെമിക്കൽ അനാലിസിസ് ജൈവകോശങ്ങളുടെ രാസഘടന പരിശോധിക്കാൻ ഉപയോഗിക്കുന്ന ഒരു സാങ്കേതികവിദ്യ ഉപയോഗിച്ചു. ഇവിടെ പർപ്പിൾ നിറത്തിലുള്ള ശ്വേതരക്താണുക്കളും സജീവമായ മാക്രോഫേജുകളും വ്യക്തമായി കാണാം. വേർപെടുത്തപ്പെട്ട കോശങ്ങൾ സാധാരണയായി 48 മണിക്കൂറിനുള്ളിൽ ചത്തുപോകും. എന്നാൽ ഈ കോശം ആദ്യ സംഭവത്തിന് ശേഷം 3 മാസം വരെ സജീവമായ ജീവനുള്ള കോശപ്രവർത്തനങ്ങൾ നിലനിർത്തി. ഇത് ശാസ്ത്രീയമായി അസാധ്യമാണ്. ലബോറട്ടറി കണ്ടെത്തലുകൾ കോശങ്ങളുടെ നിലനിൽപ്പിന്റെ പരിധികൾക്കപ്പുറമുള്ള നീണ്ടുനിൽക്കുന്ന മെറ്റബോളിസം കാണിക്കുന്നു. 2 വർഷത്തിന് ശേഷം പോളണ്ടിലെ സോകോൾക്കയിൽ സ്വതന്ത്ര പാത്തോളജിസ്റ്റുകൾ ഇതുവരെയുള്ളതിൽ വെച്ച് ഏറ്റവും വിശദമായ മൈക്രോസ്കോപ്പിക് പരിശോധന നടത്തി. ഈ സ്ലൈഡ് മയോകാർഡിയം നാരുകൾ കാണിക്കുന്നു. കോശങ്ങളിലെ വിള്ളലുകളും വിഭജനങ്ങളും ശ്രദ്ധിക്കുക. പാത്തോളജിയിൽ ഇത് ഫൈബർ ഫ്രാഗ്മെന്റേഷൻ എന്ന് അറിയപ്പെടുന്നു. ഹൃദയം സ്പന്ദിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ തീവ്രമായ ശാരീരിക ആഘാതം ഉണ്ടാകുമ്പോൾ മാത്രം സംഭവിക്കുന്ന ഒന്നാണിത്. പരിക്കിനോട് പ്രതികരിക്കുന്ന ശ്വേതരക്താണുക്കളുടെ ശേഖരണമായ ല്യൂക്കോസൈറ്റിക് ഇൻഫിൽട്രേഷനും അവർ കണ്ടെത്തി. ശ്വേതരക്താണുക്കൾ രക്തചംക്രമണ സംവിധാനത്തിലൂടെ മാത്രമേ സഞ്ചരിക്കൂ എന്നതിനാൽ തീവ്രമായ ശാരീരിക ആഘാതത്തോട് പ്രതികരിക്കുമ്പോൾ ഈ ഹൃദയം ജീവനുള്ളതായിരുന്നു എന്ന് അവയുടെ സാന്നിധ്യം സ്ഥിരീകരിക്കുന്നു. എന്നാൽ ഏറ്റവും വിസ്മയിപ്പിക്കുന്ന കണ്ടെത്തൽ അതിന്റെ ഘടനയായിരുന്നു. മനുഷ്യഹൃദയത്തിലെ നാരുകൾ അപ്പത്തിന്റെ പദാർത്ഥവുമായി ആഴത്തിൽ ഇഴചേർന്നിരിക്കുന്നത് പാത്തോളജിസ്റ്റുകൾ നിരീക്ഷിച്ചു. മനുഷ്യകരങ്ങളാൽ നിർമ്മിക്കാൻ കഴിയാത്ത വിധത്തിൽ അവ കൂടിച്ചേർന്നിരിക്കുന്നു. മൈക്രോസ്കോപ്പിലൂടെ നോക്കുമ്പോൾ പിങ്ക് നിറത്തിലുള്ള ജൈവഘടനകൾ നീല നിറത്തിലുള്ള നോൺ ബയോളജിക്കൽ മെറ്റീരിയലുമായി പൂർണ്ണമായും സംയോജിപ്പിച്ചിരിക്കുന്നത് കാണാം. സോകോൾക്ക പരിശോധന തീവ്രമായ മരണവേദനയുടെ നിമിഷത്തിൽ പകർത്തിയ ഒരു അവയവത്തിന്റെ കൃത്യമായ ജൈവചിത്രം നൽകുന്നു. ഇറ്റലി, അർജന്റീന, മെക്സിക്കോ, പോളണ്ട് എന്നിവിടങ്ങളിലെ വിവരങ്ങൾ താരതമ്യം ചെയ്യുമ്പോൾ സമാനമായ ഒരു ചിത്രം തെളിയുന്നു. സ്വതന്ത്ര ലാബുകൾ ഒരേ 3 കാര്യങ്ങൾ കണ്ടെത്തി: ഇടത് വെൻട്രിക്കിൾ മയോകാർഡിയം, എബിപോസിറ്റീവ് രക്തം, തീവ്രമായ ശാരീരിക ആഘാതം. പതിറ്റാണ്ടുകളുടെ വിടവും വ്യത്യസ്ത ഗവേഷണ സംഘങ്ങളും സാങ്കേതികവിദ്യയും ഉണ്ടായിരുന്നിട്ടും എല്ലാ ഫോറൻസിക് അന്വേഷണങ്ങളും ഒരേ ജൈവ അസ്തിത്വത്തിലേക്കാണ് വിരൽ ചൂണ്ടിയത്. ജീവനുള്ള എബിപോസിറ്റീവ് രക്തമുള്ള ഒരു മനുഷ്യന്റെ ഇടത് വെൻട്രിക്കിളാണ് ഇതെന്ന് വിവരങ്ങൾ വെളിപ്പെടുത്തുന്നു. ഓരോ ശ്വാസത്തിനും വേണ്ടി കഠിനമായി കഷ്ടപ്പെട്ട ഒരാളുടെ പീഡിപ്പിക്കപ്പെട്ട ഹൃദയത്തിന്റെ അടയാളങ്ങളാണ് പരിശോധനകളിൽ കാണുന്നത്. 1300 വർഷത്തിനിടയിൽ ഫോറൻസിക് സാങ്കേതികവിദ്യ വളരെയധികം വികസിച്ചു.
ഇത് സാധാരണ ജൈവശാസ്ത്രപരമായ വിശദീകരണങ്ങൾക്ക് അതീതമായ ചില കാര്യങ്ങൾ തിരിച്ചറിയാൻ സഹായിച്ചു. ശാസ്ത്രം കോശങ്ങളെയും രക്തത്തെയും തിരിച്ചറിഞ്ഞിട്ടുണ്ടെങ്കിലും ഒരു പെട്രി ഡിഷ് മാസങ്ങളോളം എങ്ങനെ ജീവനുള്ള മെറ്റബോളിസം നിലനിൽക്കുന്നു എന്ന് വിശദീകരിക്കാൻ അതിന് കഴിയുന്നില്ല. അല്ലെങ്കിൽ എങ്ങനെയാണ് മനുഷ്യമാംസപേശികൾ പുളിപ്പില്ലാത്ത അപ്പവുമായി ഇഴചേരുന്നത് എന്നതിനും മറുപടിയില്ല. ഈ കേസുകളെല്ലാം ഒരു ഏകീകൃത ജൈവ യാഥാർത്ഥ്യം അവതരിപ്പിക്കുന്നു. ജീവനുള്ളതും വേദന അനുഭവിക്കുന്നതുമായ ആ ഹൃദയം ശാസ്ത്രത്തെയും വിശദീകരിക്കാനാവാത്ത അത്ഭുതങ്ങളെയും തമ്മിൽ മുഖാമുഖം നിർത്തുന്നു.